പടന്നക്കാട് നെഹ്റു കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട UDF വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് പുറത്ത്. അവർ ശരിക്കും നമ്മുടെ ട്രാപ്പിൽ വീണു, നല്ലൊരു പ്രചാരണ ആയുധമായി മാറി എന്ന ചാറ്റാണ് പുറത്തുവന്നത്. ടീം UDF തൃക്കരിപ്പൂർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചർച്ചയുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തായത്. SFI പ്രവർത്തകർ ഇത് ചെങ്കോട്ടയാണ് എന്ന് പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്നതാണ് സന്ദീപ് വാര്യരും പ്രവർത്തകരുമൊക്കെ ആരോപിച്ചത്. എന്നാൽ ഇത് UDFന്റെ ഒരു പ്ലാൻ ആയിരുന്നോ എന്ന തരത്തിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അവർ നമ്മുടെ ട്രാപ്പിൽ വീണു, നല്ല ഒരു പ്രചാരണ ആയുധമായി മാറി എന്ന തരത്തിലുള്ള ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാരംഗ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, സന്ദീപ് വാര്യരും പ്രവർത്തകരും ഒക്കെ ആരോപിച്ചത് SFI പ്രവർത്തകർ ഇത് ചെങ്കോട്ടയാണെന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്നതാണ്. എന്നാൽ ഇതിപ്പോൾ അങ്ങനെയല്ല എന്ന രീതിയിൽ UDFന്റെ ഒരു പ്ലാൻ എന്ന തരത്തിലൊക്കെ മാറുകയാണോ ഈ ചാറ്റ് പുറത്തു വരുമ്പോൾ? സന്ധ്യ, ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് പടന്നക്കാട് നെഹ്റു കോളേജിൽ വെച്ച് നാടകീയമായ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. കോളേജ് ഡേ ആഘോഷത്തിനിടയിലേക്ക് UDF സ്ഥാനാർത്ഥിയെ വോട്ടഭ്യർത്ഥിക്കാനായി വോട്ടർമാരെ കാണാനായി എത്തുന്ന സമയത്താണ് ഈ രീതിയിൽ SFI പ്രവർത്തകർ തടഞ്ഞു വെച്ചു എന്നുള്ള പരാതികൾ വരുന്നത്. അതേ തുടർന്ന് പിന്നീട് അത് ചെറിയ തോതിലൊരു സംഘർഷമൊക്കെ തന്നെയായി മാറുകയായിരുന്നു. പിന്നീട് സന്ദീപ് വാര്യരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള ചില പ്രവർത്തകരും തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്തിനിടെ തന്നെ UDFന്റെ തൃക്കരിപ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നടന്ന ചർച്ചയെടുത്ത് സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ വ്യാപകമായി പുറത്തേക്ക് വരുന്നത്. അതിൽ അവർ പറയുന്നത് ഈ രീതിയിലാണ്: അവർ ശരിക്കും നമ്മുടെ ട്രാപ്പിൽ വീണു, അത് നല്ലൊരു പ്രചരണ ആയുധമായി മാറുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയാണ്. കാരണം കേരളം ഏറെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരം തന്നെയാണ് തൃക്കരിപ്പൂരിൽ നടക്കുന്നത്. മുൻപും ഈ രീതിയിൽ തന്നെ ചെറുപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് UDF പ്രവർത്തകരെ LDF പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ പരാതികൾ UDFന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നെഹ്റു കോളേജ്, അവിടെ KSUവിനും SFIക്കും വലിയ സ്വാധീനമുള്ളൊരു ക്യാമ്പസാണത്. അപ്പോൾ അവിടെ ഈ രീതിയിൽ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അടക്കം പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരു പ്രകോപനം ഉണ്ടായതിനെ തുടർന്നാണ് ഈ രീതിയിലുണ്ടായ ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള രീതിയിലുള്ള ചാറ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത്. എന്തായാലും ഇതിനെ ഇനി ഒരു വിശദമായ അന്വേഷണമൊക്കെ തന്നെ നടക്കേണ്ടതായുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയമപരമായുള്ള അന്വേഷണമൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ അന്വേഷണം ഈ പുറത്തു വന്ന ചാറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരും മണിക്കൂറുകളിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.